പ്രിയമുള്ളവരെ, യെശയ്യാവിൻ്റെ പ്രവചനം 61-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സുകൾക്ക് അവൻ സ്തുതിയുടെ മേലങ്കിയും നൽകി. നമ്മൾ വീണ്ടും ദൈവത്തെ ഒന്ന് ആരാധിക്കുകയാണ്. തളർന്ന ജീവിതങ്ങളിലേക്ക്, വിലാപങ്ങളിലേക്കെല്ലാം ആനന്ദമായി ദൈവത്തിൻ്റെ ആത്മാവ് ഒഴുകിയിറങ്ങുന്ന സമയമാണ് ദൈവാരാധനയുടെ സമയം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യവും ശക്തിയും നമ്മളിലേക്ക് പരിവർത്തിക്കുന്ന സമയമാണ് ആരാധനയുടെ സമയം. ഈ സെക്ഷനിൽ നമ്മളെ സഹായിക്കുന്നത് ഷാലോം പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിലെ ശുശ്രൂഷകനായ ബാബു എൻ വി. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ലോകമെമ്പാടും 30 ലക്ഷത്തിലധികം ദൈവമക്കളെ ഈ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവത്തെ ഷാലോം നൈറ്റ്വിലിനോട് ചേർന്ന് ആരാധിക്കുകയും തിരുവചനം ശ്രവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മയോട് ചേർന്നാണ് നമ്മൾ ഈ വചന കൂടാരത്തിൽ ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ വലിയ അഭിഷേകം ഈ ശുശ്രൂഷയുടെ തുടക്കം മുതൽ അനവരതം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കിക്കൊണ്ടാണ് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. 84-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: കർത്താവേ, അങ്ങേ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുന്നവർ എത്രയോ ഭാഗ്യവാന്മാർ. അങ്ങേ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുന്നവർ ഭാഗ്യം ചെയ്യപ്പെട്ട ഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്ന ഒരു സമയത്തിലേക്കാണ് നാം കടക്കുക. ഹല്ലേലൂയ. നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ നമ്മെ സൗഖ്യപ്പെടുത്തുവാനും വിടുവിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനും അടുത്ത് വന്ന് നിൽക്കുന്ന അത്ഭുതത്തിൻ്റെ രാത്രിയിലാണ് നാം ഈ ആരാധനയ്ക്ക് ഒരുങ്ങുന്നത്. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ 23-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷകൾക്ക് ഭംഗം നേരിടുകയില്ല. എന്താണ് വചനം? തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷകൾക്ക് ഭംഗം നേരിടുകയില്ല. വിശ്വസിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറയാമോ? പുറത്തിരിക്കുന്നവരും ഹല്ലേലൂയ. നന്നായി സ്വരമേത്തി ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ദൈവത്തെ അനേകം സമയങ്ങളിൽ അത്ഭുതകരമായി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവനാണ്. കർത്താവിൻ്റെ കരം പിടിച്ച് നടന്നവരും നടക്കുന്നവരുമാണ് ഞാനും നിങ്ങളും. എന്നാൽ ചില ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ, ചില കൈപ്പേറിയ അനുഭവങ്ങളുടെ മുമ്പിൽ, ചില പരാജയങ്ങളുടെ മുമ്പിൽ ഭയചകിതരായി നിന്നിട്ടുള്ള ജീവിതത്തിൻ്റെ അനേക നിമിഷങ്ങൾ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് നാം വരുമ്പോൾ കാണുവാൻ സാധിക്കും, ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നടക്കുന്ന ദൈവം പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും അവരുടെ കൂടെ നടന്ന ദൈവം. എന്നാൽ പ്രിയമുള്ളവരെ, പുറപ്പാട് 14-ാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു സംഭവമുണ്ട്. അവർ ചെങ്കടലിൻ്റെ അടുക്കലെത്തിയവർ ഭയചകിതരായി. എല്ലാം തീർന്നുവെന്ന് ചിന്തിച്ചു. മടുപ്പ് അവരെ പിടികൂടി. പിറുവിറുപ്പ് അവരുടെ അധരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവർ ദൈവ സാന്നിധ്യം മറന്നു. കൂടെ നടന്ന ദൈവത്തെ, അവരെ അത്ഭുതകരമായി നയിച്ച ദൈവത്തെ, അവരെ കൺമുമ്പിൽ വെച്ച് അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തെ അവർ മറന്നൊരു നിമിഷം അവർ ഭയവും ഭീരുത്വമുള്ള ഒരു ജനസമൂഹമായി രൂപാന്തരപ്പെട്ടു. നോക്കണമേ, ജീവിക്കുന്ന ദൈവം ഇറങ്ങി വന്ന് അത്ഭുതകരമായി വിടുവിച്ച് തൻ്റെ കരബലത്താൻ്റെ ശക്തി ദൈവജനത്തിന് മുമ്പിൽ പ്രകടമാക്കിയതാണ്. എന്നാൽ അവർ ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ ഭയപ്പെട്ടു. എന്നാൽ ദൈവം എന്താണ് ചെയ്തത്? തൻ്റെ ശ്രേഷ്ഠ പ്രവാചകനിലൂടെ അരുളി ചെയ്തു: ഭയപ്പെടേണ്ട, ഉറച്ചു നിന്നാൽ മാത്രം മതി, ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. ഇതാണ് ദൈവത്തിൻ്റെ സ്വരം. ദൈവം പറഞ്ഞു, ജനത്തെ നോക്കി പറഞ്ഞു: ഭയപ്പെടേണ്ട,
ഇന്നും ദൈവജനത്തോട് കർത്താവിൻ്റെ വചനം ഇതാണ് പറയുക. മകനെ, മകളെ, നിന്റെ ജീവിതം എത്ര പരാജയമാണെങ്കിലും, നിന്റെ വ്യക്തി ജീവിതം എത്ര തകർന്നതാണെങ്കിലും, നിന്റെ കുടുംബജീവിതത്തിന്റെ വഴികൾ എത്ര പരാജയമേറി കയ്പനുഭവിക്കുന്ന അനുഭവമാണെങ്കിലും നീ ഭയപ്പെടേണ്ട. നിന്റെ കൂടെ നിന്റെ കരം പിടിച്ച് സഞ്ചരിക്കുന്ന ഞാൻ നിന്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവരൊരു ഹല്ലേലൂയ പറയാമോ? സ്വരമേറ്റി പറയാമോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ദൈവം ഒരിക്കലും കൈവിടാത്തവനാണ്. ഈ ദൈവം ഒരിക്കലും മറക്കാത്തവനാണ്. പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല ഈ ദൈവം. അവൻ നിന്നെ കരങ്ങളിൽ വഹിക്കുന്ന സ്നേഹസമ്പന്നനായ, അനന്ത സ്നേഹമായ, അനന്ത നന്മയായ ദൈവം ഈ രാത്രി നിന്നോട് പറയുകയാണ്, മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട. ഈ രാത്രിയിൽ നിന്റെ കരം ഞാൻ പിടിച്ചിട്ടുണ്ട്. നിന്റെ പ്രതിസന്ധികളുടെ മുകളിലൂടെ അതെല്ലാം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ നിന്റെ ദൈവമായി ഞാൻ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിൽ തൻ്റെ ശ്രേഷ്ഠ പ്രവാചകന്മാരെ അനേകം തവണ ദൈവം അതിശയകരമായി പരിപാലിക്കുന്നത് നാം വായിച്ചിട്ടുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ ഒരു സംഭവം ഷെയർ ചെയ്യാം. അവിടെ നാം കാണുകയാണ്, ദാനിയേൽ എന്ന മനുഷ്യൻ സിംഹക്കുഴിയിൽ, ദൈവദാസനാണ്, ദൈവഭക്തനാണ്, അവൻ സിംഹക്കുഴിയിൽ അകപ്പെട്ടു പോവുകയാണ്. പ്രിയമുള്ളവരെ, 14-ാം അധ്യായത്തിലാണ് നമ്മളത് വായിച്ചെടുക്കുക. അതിൻ്റെ 38-ാം തിരുവചനത്തിൽ കാണുകയാണ്, ദൈവത്തിൻ്റെ രക്ഷാകരമായ കരം ഹബക്കൂക്ക് എന്ന പ്രവാചകനിലൂടെ അവന് വെളിപ്പെടുകയാണ്. അവൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു. 14-38 നമ്മൾ വായിച്ചെടുക്കുന്ന ഇപ്രകാരമാണ്, ദൈവമേ, അങ്ങനെ ഓർത്തിരിക്കുന്നു, അങ്ങനെ ഓർത്തിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, പ്രിയ ദൈവജനമേ, നിന്റെ കുടുംബത്തിൽ നീ ഇപ്പോൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് സഹനങ്ങളുടെയും പരാജയത്തിൻ്റെയും കൈപ്പേറിയ ജീവിത യാഥാർത്ഥ്യങ്ങളുടെയും സിംഹക്കുഴിയിൽ എല്ലാം തകർന്നുവെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ? കർത്താവിൻ്റെ കരം നിന്നെ തേടി വരികയായി രാത്രിയിൽ. അവൻ പറയും, ഞാൻ നിന്നെ മറന്നിട്ടില്ല, നിന്നെ ഓർക്കുന്നു. നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ മാതാപിതാക്കൾ, നീ ഏറ്റവും അധികം നെഞ്ചോട് ചേർത്ത് വെച്ച ചില ജീവിതങ്ങളുണ്ടല്ലോ, അവരെല്ലാം നിന്നെ കൈവിട്ടതിൻ്റെ വേദന, പരാജയത്തിൻ്റെ ഓർമ്മ നിന്നെ മതിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഏഷ്യ പ്രവചനത്തിലൂടെ അവിടുന്ന് പറഞ്ഞു, 49:15, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. മറക്കാത്ത സ്നേഹമായ നല്ല ദൈവം ഈ രാത്രി നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൻ്റെ കാഠിന്യമേറിയ, പരാജയം നിറഞ്ഞ, കൈപ്പേറിയ അനുഭവങ്ങളിലേക്ക് ഈ രാത്രി കടന്നു വരാൻ പോവുകയാണ്. വിശ്വസിച്ചുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്വരമേറ്റി പറഞ്ഞേ. ഹല്ലേലൂയ. ഉണർവോടെ ഒന്ന് ചാടി എണീക്കാം. ഈ നല്ല ദൈവത്തെ ഒന്ന് നന്നായി ആരാധിക്കണം. അടുത്ത് നിൽക്കുന്നവരെ ശ്രദ്ധിക്കരുതേ, ചുറ്റും ഇരിക്കുന്നവരെ ശ്രദ്ധിക്കരുതേ. പ്രഭാഷകൻ പറയുന്നു 35:10, മനം തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തണം. ആരൊക്കെ മനം തുറക്കുന്നു, മനം തുറക്കുന്നവൻ്റെ അധരം തുറക്കപ്പെടും, കരങ്ങൾ ഉയർത്തപ്പെടും, ദൈവത്തെ വിളിക്കും അവൻ. കരമൊന്ന് ഉയർത്താമോ? ഈ രാത്രി അത്ഭുതകരമായി നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിലെ വലിയ ദൈവം, അമ്മ മറന്നാലും മറക്കാത്തവൻ, നീ കണ്ണീർ കുഴിയിലാകുമ്പോഴും നിന്റെ കണ്ണുനീരൊപ്പാൻ കരങ്ങൾ നീട്ടുന്ന ദൈവത്തെ കരമുയർത്തി, സ്വരമുയർത്തി എല്ലാവരും അധരം തുറന്നു കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരല്ലോ പ്രിയപ്പെട്ടവരെ, അഭിഷേകത്തോടെ വിശ്വസിച്ചുകൊണ്ടെന്ന് ആരാധിച്ചേ. ഇതാ വചനഹാളിൽ പുറത്തു നിൽക്കുന്നവര് അലക്ഷ്യമായി നിൽക്കരുത്. ഇത് ദൈവം ഇടപെടുന്ന സമയമാണ്. അതിശയകരമായി ദൈവം നമ്മെ മാനിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദരം തുറന്ന സ്വരം ഉയർത്തി യേശുവേ എന്ന് വിളിക്കാം, യേശുവേ എന്ന് വിളിക്കാം. നമുക്ക് മറക്കാത്ത ദൈവം, അമ്മയെ പോലെ നിന്നെ ഓമനിക്കുന്ന ദൈവം ഈ രാത്രിയിൽ നിന്നെ സ്നേഹിച്ച് തന്റെ മാറോട് അണയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. കരമടിച്ച്, താളത്തിൽ കരമടിച്ച് ഉണർവോടെ ഒരു സന്തോഷത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ടാകാം. കരമൊന്ന് ഉയർത്തിയടിക്കാമോ? കരമൊന്ന് ഉയർത്തിയടിക്കാമോ? ആഴിയൻ മീതെ കവിഞ്ഞാലും തിരകളൻ മീതെ ഉയർന്നാലും ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. എന്നെ
ആനന്ദിച്ച് സന്തോഷിച്ച് കാലുകളൊന്ന് മാറ്റി ചവിട്ടാമോ? കാലുകളൊന്ന് മാറ്റി ചവിട്ടി ഇങ്ങനെ ശരീരം കൊണ്ട് കർത്താവിനെ ആരാധിക്കുക, മനസ്സുകൊണ്ട് ആരാധിക്കുക. അഗ്നിക്കുഴിയിൽ ഞാൻ വീണാലും സിംഹക്കൂട്ടിൽ ഞാനായിടിലും. അഗ്നിക്കുഴിയിൽ ഞാൻ വീണാലും സിംഹക്കൂട്ടിൽ ഞാനായിടിലും. പൊൻകരത്താൽ എന്നെ താങ്ങിടുവാനായി എന്റെ യേശു എന്നോട് കൂടെയുണ്ട്. പൊൻകരത്താൽ എന്നെ താങ്ങിടുവാനായി എന്റെ യേശു എന്നോട് കൂടെയുണ്ട്. ആഴിയൻ മീതെ കവിഞ്ഞാലും തിരകളൻ മീതെ ഉയർന്നാലും ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, എന്റെ യേശു എന്നോട് കൂടെയുണ്ട്. കാലുകളൊന്ന് മാറ്റി ചവിട്ടി തുള്ളി ചാടി ആനന്ദിച്ച് കരമുയർത്തടിക്കുന്നു. ബന്ധുക്കളേവരും അകന്നാലും പെറ്റമ്മ എന്നെ മറന്നിടുകിലും. ബന്ധുക്കളേവരും അകന്നാലും പെറ്റമ്മ എന്നെ മറന്നിടുകിലും. യുഗാന്ത്യത്തോളം എന്റെ കൂട്ടാളിയായി എന്റെ യേശു എന്നോട് കൂടെയുണ്ട്. യുഗാന്ത്യത്തോളം എന്റെ കൂട്ടാളിയായി എന്റെ യേശു എന്നോട് കൂടെയുണ്ട്. ആഴിയൻ മീതെ കവിഞ്ഞാലും തിരകളൻ മീതെ ഉയർന്നാലും ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, എന്റെ യേശു എന്നോട് കൂടെയുണ്ട്. ഒന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ആനന്ദിച്ച് തുള്ളി ചാടി കരമുയർത്തടിക്കുക. കണ്ണീർ കടലിൽ ഞാൻ തുഴഞ്ഞാലും ബലഹീനനായി ഞാൻ മാറുകിലും. കണ്ണീർ കടലിൽ ഞാൻ തുഴഞ്ഞാലും ബലഹീനനായി ഞാൻ മാറുകിലും. തിരുക്കരത്താൽ എന്നെ ബലപ്പെടുത്താനായി എന്നാഥൻ എന്നോട് കൂടെയുണ്ട്. തിരുക്കരത്താൽ എന്നെ ബലപ്പെടുത്താനായി എന്നാഥൻ എന്നോട് കൂടെയുണ്ട്. ആഴിയൻ മീതെ കവിഞ്ഞാലും തിരകളൻ മീതെ ഉയർന്നാലും ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, എന്റെ യേശു എന്നോട് കൂടെയുണ്ട്. ആഴിയൻ മീതെ കവിഞ്ഞാലും തിരകളൻ മീതെ ഉയർന്നാലും ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, എന്റെ യേശു എന്നോട് കൂടെയുണ്ട്. ആഴിയൻ മീതെ കവിഞ്ഞാലും തിരകളൻ മീതെ ഉയർന്നാലും ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, എന്റെ യേശു എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, 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 യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കുക. യേശുവിനെ വിളിച്ചുകൊണ്ട് ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി മനമുയർത്തി കർത്താവിനെ വിളിക്കുന്നു. എല്ലാവരും കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുന്നു. ശക്തിയോടെ വിളിക്കുന്നു. ഓ സ്തോത്രം, സ്തോത്രം പിതാവേ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവിന്റെ സാന്നിധ്യം നിറയുക, യേശുവിന്റെ ശക്തി നിറയുക, അഭിഷേകം നിറയുക, ബന്ധനങ്ങൾ അഴിയുക, കെട്ടുകൾ അഴിയുകയാണ്. ഓ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. പിതാവേ
യേശുവേ, ജീവനുള്ള ദൈവമേ, വിടുവിക്കുന്ന ദൈവമേ, യേശുവിന്റെ സാന്നിധ്യം നിറയുന്നു. യേശുവിന്റെ അഭിഷേകം നമ്മൾ നിറയുക. ഇതാ കുടുംബങ്ങളിലേക്ക് യേശുവിന്റെ ശക്തി കടന്നു വരുന്നു. രോഗികളുടെ മേൽ കർത്താവിന്റെ ശക്തി പരിവർത്തിക്കുക. കർത്താവിന്റെ കൃപ ഇതാ ഒഴുകുന്നു, അഭിഷേകം ഒഴുകുന്നു. കരങ്ങൾ താഴ്ത്തി കണ്ണുകളടച്ച് ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അമ്മ മറന്നാലും മറക്കാത്ത ദൈവം, നമുക്ക് ഓരോരുത്തർക്കുമായി തൻ്റെ അവസാനത്തുള്ളി രക്തം പോലും വിലയായി നൽകിയ ദൈവം, ഇതേപോലെ നമ്മെ മറ്റാരും സ്നേഹിച്ചിട്ടില്ല, ഇതേപോലെ മറ്റാരും നമ്മെ കരുതിയിട്ടില്ല. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ജീവിത പങ്കാളി, മക്കൾ, നമ്മൾ പ്രിയരെന്ന് കരുതിയവർ ആരും ഇതേപോലെ നമ്മെ സ്നേഹിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, സ്നേഹം തന്നെയായവൻ ഇതാ മഹത്വത്തോടെ നമ്മുടെ ഇടയിലുണ്ട്. അവനെ സ്നേഹിക്കാം. അവനെ സ്നേഹിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. യേശുവിനെ നമുക്ക് സ്നേഹിച്ച് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അവൻ കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റുപറയാം, യേശുവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, നീയാണ് എൻ്റെ ജീവൻ്റെ ജീവൻ. എല്ലാവരും ഹൃദയത്തിൽ നിന്ന് പറയട്ടെ, എല്ലാവരും പറയട്ടെ. കർത്താവിൻ്റെ സ്വന്തമായി ഓരോരുത്തരെയും ഈ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുക, ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവനിതാ കടന്നു വന്ന് ഇരിക്കുകയാണ്. സ്നേഹത്തോടെ ചേർന്ന് നിൽക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണടച്ച് യേശുവിനെ മാത്രം കാണുക. നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ക്രൂശിൽ പിടഞ്ഞ് മരിക്കുന്ന നിന്നോടുള്ള സ്നേഹമാണ് നിന്റെ പിന്നിൽ. ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ, ഈ രാത്രിയിൽ ഒഴുകട്ടെ, കവിയട്ടെ. ചേർന്ന് നിൽക്കാം നമുക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ഹൃദയത്തിൽ ആലപിക്കുക പ്രിയപ്പെട്ടവരെ. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന അവനെ അകക്കണ്ണിൽ കാണുക. ആരാധന ആരാധന. ഇരുകരങ്ങളും ഒന്ന് ഉയർത്തി കരങ്ങൾ ചലിപ്പിച്ച് ആരാധന ആരാധന ആരാധന. I love you Jesus, I love you Jesus, I love you Jesus. ആരാധന ആരാധന ആരാധന. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈശോയെ, ഞാൻ അങ്ങേ സ്നേഹിക്കും, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ സർവചരാചരങ്ങളെക്കാളുപരി എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. സ്നേഹത്തോടെ ചേർന്ന് നിൽക്കാം. ഇതാ അവൻ്റെ പരിശുദ്ധിയും അവൻ്റെ നന്മയും സ്വർഗം തുറന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കരകവിഞ്ഞൊഴുകുന്ന നിമിഷമാണ്. ഒന്ന് കരമുയർത്തി കർത്താവിനെ വാഴ്ത്താമോ? ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? മറുഭാഷയിൽ ആരാധിക്കട്ടെ, മറുഭാഷയിൽ ആരാധിക്കട്ടെ. യേശു തൊട്ടുകൊണ്ടിരിക്കുകയാണ്, യേശു സ്നേഹിച്ചുകൊണ്ടിരിക്കുക, യേശു നമ്മുടെ ഇടയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. കരങ്ങൾ താഴ്ത്തി നെഞ്ചോട് കരം ചേർത്ത് പിടിച്ച് സ്നേഹമാർന്ന് അവന്റെ മുഖം ദർശിച്ചുകൊണ്ട് പാടാം. നമുക്ക് വീണ്ടും പാടാം.
എന്നേശുനാഥാ നീ എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ എൻ ജീവനേ കാണും നീ വലിയതാണി അതരം ചലിപ്പിച്ച് പാടിക്കേ, ചേർന്ന് പാടിക്കേ. എൻ ജീവനേക്കാൾ, എൻ ജീവനേ കാണും നീ വലിയതാണെനിക്ക് ആരാധന. കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ ഉയരട്ടെ, എല്ലാ കരങ്ങളും ഉയരട്ടെ. അവനെ ആരാധിക്കട്ടെ എല്ലാവരും. കരങ്ങളൊന്ന് ചലിപ്പിച്ചുകൊണ്ട് ആരാധന. എല്ലാം മറന്നു നിൽക്കുക, എല്ലാം മറന്ന് ആരാധിക്കുക. ചലിപ്പിച്ച കരങ്ങളോടെ ജീസസ്. ഓ ദൈവമേ, ഇരു കരങ്ങളും ഉയർത്തി കർത്താവിനെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഇതാ ദൈവസ്നേഹം പെയ്തിറങ്ങിയ, ദൈവസ്നേഹം പെയ്തിറങ്ങുക. ഓരോ ഹൃദയങ്ങളിലും അവന് ഇറങ്ങുക. ഓ സ്തോത്രം. ഭാഷാപരമുള്ളവർക്ക് ഭാഷാപരത്തിൽ ആരാധിക്കാം. മാലാഖമാരോട് ചേർന്ന് എല്ലാം മറന്ന് പ്രിയമുള്ളവരെ കർത്താവിൽ ആനന്ദിക്കുക. സ്വരം താഴ്ത്തി കണ്ണുകൾ അടച്ച് അവന്റെ തിരുമുഖം ദർശിച്ച് സങ്കീർത്തകൻ പറയുന്നു, കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിന്റെ എല്ലാ ആഗ്രഹങ്ങളിലേക്കും കടന്നു വരും. ഈ രാത്രിയിൽ ജീവന്റെ ജീവനായി അവൻ മാറട്ടെ. ഓ സ്നേഹം തന്നെ ആയവനെ, ഞങ്ങൾക്കായി ബലിയായി മാറിയവനെ. ഓ സ്തോത്രം, 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 സ്തോത്രം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. തുല്യം തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ സ്വന്തമേ അങ്ങേ വാതിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശി. ആരാധന ആരാധന എല്ലാം മറന്ന് ആരാധിക്കുന്നു. ആരാധന 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 യെശയ്യായിലൂടെ അവിടുന്ന് പറഞ്ഞു, അമ്മയെ പോലെ നിന്നെ ഞാൻ ഓമനിക്കും, മടിയിലിരുത്തിയതാ നിന്നെ ഞാൻ ലാളിക്കാൻ പോവുകയാണ്. കരങ്ങളിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കട്ടെ, ഹൃദയം കൊടുക്കുക അവന്. ഈ രാത്രിയിൽ അധികമായി അവന്റെ സ്നേഹമിതാ ചാലുകീറി നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഭാഷാപരമുള്ളവർക്ക് ഭാഷാപരത്തിൽ ആരാധിക്കാം. ഒരു നിമിഷം കൂടി അവനെ കണ്ടുകൊണ്ട് ആരാധിക്കട്ടെ. ശ്യാബാലബാല ശ്യാ. ഓ ജീസസ്, ഹല്ലേലൂയ.
സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ അങ്ങെപ്പോലെ ചേർന്ന് പാടിക്കേ പ്രിയമുള്ളവരെ, കർത്താവിനെ കണ്ടുകൊണ്ട് ആവതില്ല ആർക്കുമേ സ്നേഹമേ ജീവനേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ സ്നേഹമേ സ്നേഹമേ ജീവനേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ കരങ്ങൾ സാവധാനം ഉയരട്ടെ. ആരാധന എല്ലാം മറന്ന് ആരാധിച്ചുകൊള്ളുക. ആരാധന ആരാധന കരങ്ങൾ ചലിപ്പിച്ച് എല്ലാം മറന്ന് ആരാധന യേശുവേ ആരാധന 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 എൻ സ്നേഹമേ എൻ സ്നേഹമേ എൻ സ്നേഹമേ ആരാധന എൻ സ്നേഹമേ എൻ സ്നേഹമേ എൻ സ്നേഹമേ ആരാധന എന്നേശുവേ 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 ആരാധന യേശുവേ. എൻ സൗഖ്യമേ കരങ്ങൾ ഉയർത്തി സൗഖ്യമേ എൻ സൗഖ്യമേ ആരാധന എൻ ജീവനേ അതരം ചലിപ്പിച്ച് പാടുക. അതരം ചലിപ്പിച്ച് എൻ ജീവനേ ആരാധന എൻ പ്രാണനേ എൻ പ്രാണനേ എൻ പ്രാണനേ ആരാധന കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയരട്ടെ, സ്വരം ഉയരട്ടെ. പോരല്ലോ, പോരല്ലോ, പോരല്ലോ. അവനെ കണ്ടുകൊണ്ട് ആരാധിക്കട്ടെ, അവനെ കണ്ടുകൊണ്ട് വിളിക്കട്ടെ. ഓ ജീസസ്, ജീസസ്, ജീസസ്. ഓ യാരാബിയ ശബ. ഓ ശബ. കണ്ണുകളടച്ച്, കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മിൽ നിറയുന്ന സ്നേഹത്തെ ആസ്വദിക്കുക. സങ്കീർത്തകൻ പറയുന്നു, കർത്താവ് എത്രയോ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. തേനിനേക്കാൾ മാധുര്യമുള്ളവൻ, സ്നേഹത്തിൻ്റെ സ്നേഹമായവൻ. ഇതാ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ എല്ലാ നൊമ്പരങ്ങളിലേക്കും അവൻ ഈ രാത്രി കടന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഹൃദയത്തിൽ നന്ദി പറഞ്ഞ് സ്നേഹത്തോടെ ചേർന്ന് നിൽക്കാം. സ്നേഹത്തോടെ ചേർന്ന് നിന്ന് ഹൃദയത്തിൽ ആരാധിക്കുക. തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ
കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ രുചിച്ചു ചേർന്ന് പാടിക്കേ. കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ ജീസസ് ജീസസ് യേശു ക്രിസ്തു മാധുര്യവാൻ നമ്മളിൽ നിറഞ്ഞ, നമ്മളിൽ കവിഞ്ഞ ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് ശാന്തമായി നമുക്കിരിക്കാം. പ്രിയമുള്ളവരെ,